ഹലോ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി സോയ മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ സോയ കൊണ്ട് നമ്മൾ ഇതിന് മുന്നേ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വീർത്തോളൂ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഒരു 1.25 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോറും 1 ടീസ്പൂൺ അളവിൽ 1 ടീസ്പൂൺ ചേർക്കണമെന്നില്ല, ഒരു 3/4 ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എരിവിന് ആവശ്യമായിട്ട് ഒരു 1.25 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സോയാ സോസാണ്, ഒരു 3/4 ടീസ്പൂൺ അളവിൽ മാത്രം മതിയാവും, ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ട് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ അളവിൽ നാരങ്ങാനീര് ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്താലും മതിയാവും. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. സോയയുടെ ഉള്ളിലേക്ക് ആ മസാലകളൊക്കെ ശരിക്കും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ മഞ്ചൂരിയൻ റെസിപ്പിയൊക്കെ ചെയ്യണ പോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം നന്നായിട്ട് മൊരിയുകയും ചെയ്യും, ഉള്ളിൽ ശരിക്കും വെന്ത് കിട്ടുകയും ചെയ്യില്ല. അതുകൊണ്ടിട്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഈ ഒരു കളറിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ ഫ്രൈ ചെയ്ത് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളകാണ് എരിവിന് ആവശ്യമായിട്ട് ചേർത്തേക്കുന്നത്. പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് ക്യാപ്സിക്കം ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ചിലവർക്ക് അതിൻ്റെ ആ ഒരു എരിവ് വേണ്ടാന്ന് വയ്ക്കും. അപ്പോൾ ഇതിന് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചില്ലിക്കാണ്. അതുകൊണ്ടിട്ടാണ് കുറച്ച് പച്ചമുളകും കൂടി ഞാൻ ഇട്ടത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ചെറിയ സവാള ഒരുപാട് ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല, ഒരെണ്ണത്തിനെ 8 പീസാക്കി അത്രയും ഇതായിട്ടേ അരിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇടുന്നത് ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കമാണ്. അപ്പോൾ ക്യാപ്സിക്കവും സവാളയും ഒരുപാട് വഴണ്ടിയിട്ടൊന്നും പോകണ്ട. ഒരു ചെറിയൊരു കണ്ണാടി പരുവത്തിലാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില്ലിക്കാണ് ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ 3/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ സോയ സോസും ഒരു 2.25 ടീസ്പൂൺ അളവിൽ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പുമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും കൂടിയൊക്കെ ഗ്രേവി ടെക്സ്ചർ വേണമെന്നുള്ളവർക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ കലക്കിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല, ഞാൻ ഇത് സോയ ഫ്രൈ ചെയ്ത് വെച്ചതും കൂടി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ഗ്രേവിയും കൂടി ഇതിലേക്ക് നന്നായിട്ട് ഇതാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഗ്രേവി ടെക്സ്ചറിലേക്ക് മാറ്റിയേക്കണത്. ഈ ഒരു സമയം കുറച്ച് വെള്ളം, ഏകദേശം ഒരു അരക്കപ്പ് അളവിൽ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയപ്പോൾ 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതൊന്ന് ഈ ഗ്രേവി ഒന്ന് തിക്കനാവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ആ ഗ്രേവിയുടെ ടെക്സ്ചറൊക്കെ മാറി നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി കിട്ടും. അതിപ്പോൾ നമ്മൾ ചിക്കൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചിക്കൻ ഈ ഒരു രീതിയിൽ ചെയ്താലും മതിയാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ സോയ കൊണ്ട് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.